ഹലോ എവ്രി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ന്യൂജൻ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ഒരു ന്യൂജൻ അമ്മയായതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് അവൾ പ്രസവിച്ചൊരു കുഞ്ഞിനെ നോക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പ്രഗ്നൻ്റ് ആയ ഉടനെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വൊമിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഉള്ള ആൾക്കാർ അത് അനുഭവിച്ചിട്ടാകുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഫുഡ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ അത് അപ്പാട് തിരിച്ചു വരും. വൊമിറ്റ് ചെയ്ത് തൊണ്ട പൊട്ടുന്ന ഫീലിംഗ് വരെ ഉണ്ടാവും. എല്ലാം നമ്മൾ സഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിരിക്കും ഡോക്ടർ പറയുന്നുണ്ടാവുക റെസ്റ്റ് എടുക്കണമെന്ന്. അതായത് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും 3 മാസം വരെ റെസ്റ്റ് എടുക്കണം, അധികം ബോഡി അനക്കാൻ പോകണ്ടെന്ന് പറയും. പക്ഷേ ഇതൊന്നും പണ്ടത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ ആരുടെ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കേസാണ്. എന്നുവെച്ചാൽ തെറ്റായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാൽ നമുക്ക് നമ്മളെ കുട്ടി നഷ്ടപ്പെടും. ഡോക്ടേഴ്സ് നമ്മളടുത്ത് റെസ്റ്റ് എടുക്കണം, ബോഡി മൂവ് ചെയ്യരുതെന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടിലെത്തി ഇത് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വരുന്ന മറുപടി ഇങ്ങനെയായിരിക്കും: കുട്ടി തിരിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ മണങ്ങി കുനിഞ്ഞ് പണിയെടുക്കണം, അടിച്ചു വാരണം, തുടക്കണം. ഇതൊക്കെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ ചെയ്യാൻ പോയെങ്കിൽ പിന്നെ ഞാൻ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഈ അനങ്ങരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കാർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് ആരെങ്കിലും പറയുന്ന കേട്ട് ബൈക്കിൽ പോയാൽ ഒന്നും ആവൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബൈക്ക് യൂസ് ചെയ്തെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ കാർ യൂസ് ചെയ്തിട്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായിരിക്കും നമ്മളെ കുട്ടിക്കും നമുക്കും നല്ലത്. പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എന്താ വെച്ചാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ട അവസ്ഥ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴാണ് സഹായം സ്വീകരിക്കേണ്ടതെന്നും ഉപദേശം സ്വീകരിക്കേണ്ടതെന്നും എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഉപദേശവും സഹായവും നമുക്ക് സ്വീകരിക്കാം, പക്ഷെ അത് നമുക്ക് നല്ലത് വരുത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് റിയാക്ട് ചെയ്തേ പറ്റും. ഇനി കുഞ്ഞ് ജനിച്ചിട്ടാവുമ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ്: നിൻ്റെ കയ്യിൽ വരുമ്പം മാത്രം കുഞ്ഞ് കരയുന്നു, ഇത്ര സമയം കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് സ്വന്തം അമ്മയുടെ കയ്യിലുള്ള സമയത്താണ് കുഞ്ഞിന് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുക. അപ്പോഴാണ് മാക്സിമം വാശി കാണിക്കുന്നതും ഒക്കെ. എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞ് നല്ലോണം കരയും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അമ്മമാർ കുഞ്ഞുങ്ങളെ അടിക്കുകയും വഴക്ക് പറയുകയും എല്ലാം ചെയ്യും. അത് കുഞ്ഞുങ്ങളെ നേരെയാക്കാൻ കൂടി വേണ്ടിയാണ്. പക്ഷേ ചെറിയ കുഞ്ഞിനെ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് അവർക്ക് ബുദ്ധി വന്നില്ലല്ലോ. ഒരു 4 വയസ്സിന് മേലെയുള്ള കുഞ്ഞിനെ ഒന്ന് അടിച്ചെന്നോ ഒന്ന് വഴക്ക് പറഞ്ഞെന്നോ ഒന്ന് വിചാരിച്ചിട്ട് അത് വലിയ ഇഷ്യൂ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എല്ലാ പാരൻസും അത്യാവശ്യം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് കരുതി നമുക്ക് നമ്മളെ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരിക്കലും കുറയാനും പോകുന്നില്ല. 6 മാസം എത്തിയ കുഞ്ഞിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് നമ്മളെ മുതിർന്നവരിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ ആൾക്കാർ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞ് വല്ലാതെ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. അതിനുള്ള കാരണവും അതിൻ്റെ സൊല്യൂഷനും ഞാൻ കണ്ടുപിടിച്ചു. വേറൊന്നുമല്ല, അവർ യൂസ് ചെയ്യുന്നത് നമ്മളെ കൈ പോലും പൊള്ളിപ്പോകുന്ന അത്ര ചൂടുള്ള വെള്ളമായിരിക്കും. നമ്മൾ ആ ഒരു ഇളം ചൂട് വെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതെങ്കിൽ കുഞ്ഞ് നല്ല സന്തോഷമായിട്ട് നമുക്ക് കുളിപ്പിക്കാൻ വേണ്ടി കിടന്നിട്ട് കാണിച്ചു തരും. ചിരിക്കും കളിക്കും വരെ ചെയ്യും കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ. ഒരു പൊടി കരയൂല. അനുഭവമാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് അത്രയും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. വേറൊന്നുമല്ല, രാത്രിയൊക്കെ കുഞ്ഞ് എണീറ്റ് കരയുമ്പോൾ കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉറക്കാനൊക്കെ നമ്മളെ അമ്മയും നമ്മളെ ഹസ്ബൻഡും ഒക്കെ നമ്മളെ സഹായിക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു മെൻ്റൽ ഡിപ്രഷനിലേക്ക് മാറാനുള്ള ചാൻസസും ഉണ്ട്. പണ്ടത്തെ അമ്മമാരെ പോലെയല്ല കേട്ടോ ന്യൂജൻ അമ്മമാരുടെ ലൈഫ് സ്റ്റൈൽ. അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അമ്മമാർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുന്നത്. അപ്പോൾ അതില്ലാണ്ട് നിൽക്കണമെങ്കിൽ നമ്മളെ ഹസ്ബൻഡും അമ്മയും നമ്മളെ ഹെൽപ്പ് ചെയ്തേ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് തരണം ചെയ്യാൻ കുറച്ച് കൊല്ലങ്ങൾ എടുക്കേണ്ടി വരും. ഈ ഒരു വീഡിയോ ന്യൂജൻ അമ്മമാർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോകളായി ഞാൻ വരും. താങ്ക്